ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അവിടെ നല്ല സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര നല്ല ഓക്കെ മൂഡും ഭയങ്കര റിഫ്രഷിങ് ഫീലും. എന്താ വെച്ചാൽ രാത്രി ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ട് കുറേ ആയിട്ട് സ്ലീപ്പ് സൈക്കിൾ ഇങ്ങനെ തെറ്റിയിട്ട് അവനക്ക് വയ്യാത്തതുകൊണ്ടും അവന് കാലുവേദന അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് അങ്ങനെയൊക്കെ ഉറങ്ങിയിരുന്നു. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കണ്ടിന്യൂസ്ലി അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഉറക്കം സെറ്റായാൽ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര നല്ല മൂഡ് തോന്നുമല്ലോ. ഇനിയിപ്പോൾ ഇത് സ്കിൻ കെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡേ നല്ലപോലെ റിഫ്രഷിങ് ആയി തോന്നും കേട്ടോ. രാവിലെ എണീറ്റ് ഇങ്ങനെ കർട്ടനൊക്കെ തുറക്കുമ്പോൾ ആ ഒരു സൺലൈറ്റ് നമ്മളെ വീട്ടിലേക്കും നമ്മളെ ബോഡിക്കൊക്കെ കിട്ടുമ്പോഴൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടാവുമല്ലോ. അതായത് ഒരു റീസെറ്റാണ്, നമ്മൾ സ്ലീപ്പ് സൈക്കിളിൽ നിന്നൊരു കംപ്ലീറ്റ്ലി റീസെറ്റായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മൂഡൊന്ന് ബൂസ്റ്റ് ചെയ്യാനത് എൻ്റെ പോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ രാവിലത്തെ ആ സൺലൈറ്റ്. ഇപ്പോൾ തൊട്ട് ഞാൻ എങ്ങനെ പോയാലും കർട്ടനും വിൻഡോസും ഒക്കെ ഓപ്പൺ ചെയ്തിടാറുണ്ട്. ക്ലൈമറ്റ് നല്ലപോലെ മാറിയേക്കണല്ലോ, നല്ല തണുവേക്കും വന്നിട്ടില്ല, ചൂടിൽ നിന്ന് അങ്ങോട്ട് വിട്ടൊരു ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞാനതാ ചൂട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കട്ടോ. എനിക്ക് തീരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്ക് എപ്പോഴും ആൾക്കാർ കൂടെ വെള്ളമൊക്കെ വേണ്ട ഒരാളാണ്. പക്ഷെ ചില സമയത്ത് ഇങ്ങനത്തെ ഒരു മോർണിംഗ് ടൈമിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളതായൊരു ടൈം, വേറെ ഒന്നും സൗണ്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ ഓരോന്നൊക്കെ ആലോചിച്ച് പുറത്തേക്കൊക്കെ നോക്കിയ ആ ഒരു സമയമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മോർണിംഗ് നമ്മൾ തന്നെ വിലയിരുത്തിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ചെയ്തെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ടൈം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ഒന്ന് വിചാരിക്കണം. മോർണിംഗ് ടൈം ഇട്ടേക്ക് ഇങ്ങനത്തെ മോർണിംഗ് ടൈം ഇഷ്ടം മതി, വെള്ളമൊന്നും ഇല്ലാണ്ട് എണീറ്റപ്പം തന്നെ. നമ്മൾ വീട്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിനെടുത്ത് പുതിയതായിട്ട് തെമ്മൂല ഓർഡർ ചെയ്തതാണ്. ഒരു ക്രോഷൻ എന്താ പറയുക, മാക്രംസ്, പിന്നെ അതിലൊരു ചെടിയൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാറ്റങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. ഒരേ ടൈപ്പ് തന്നെ ഇങ്ങനെ വീട് കാണുമ്പോൾ ഒരു പുതുമല്ലല്ലോ, മാറ്റങ്ങൾ ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ. അപ്പോൾ അതിങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാ കേട്ടോ. അങ്ങനെ അത്യാവശ്യം ടൈം കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് രാവിലത്തെ മോർണിംഗ് പണിയിലേക്ക് കിടക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലേക്ക് കിടക്കാം അല്ലേ. കുറച്ചിങ്ങനെ നേരത്തെ എണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കുറച്ച് നേരം ടൈമൊക്കെ കിട്ടും, ഒന്ന് ആലോചിച്ച് ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാൻ ഇന്നത്തെ ദിവസത്തിന് മൂഡും കാര്യങ്ങളൊക്കെ. എന്നിട്ടിപ്പോൾ ഇനി നമ്മൾ എന്നത്തെയും ഡെയിലി കോഴ്സിലേക്ക് കിടക്കുക. ഇപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ടോ. അപ്പോൾ ഇക്കാട് ഞാൻ നല്ല നൈറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ ഒരു 5:30 ആകുമ്പോൾ എണിക്കും, 6 മണിക്ക് പോവേ. അപ്പോൾ ആ സമയത്ത് ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടേക്കണേ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എണിക്കുമ്പോഴത്തേനൊന്ന് അത് തണവൊക്കെ ഒന്ന് പോയി സെറ്റായി കിട്ടുമല്ലോ. ഞാൻ എണീറ്റില്ലെങ്കിൽ ഇങ്ങനെ രാവിലെ ഇപ്പം നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബിലായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു മടുപ്പുണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു വൈബാണല്ലോ, മടുപ്പ് തോന്നില്ല നമുക്ക്. ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മളേതായ ലോകത്ത് ആരുമില്ലാണ്ട് ഒരു രസമല്ലേ. അപ്പോൾ ഒരു പുതിയ പനലച്ചെടി റൂമിൽ വെച്ചുള്ള പോലെ തന്നെ ഒരു ബൊക്കറ്റ് നമ്മളെ കിച്ചണിൽ ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണുമ്പോൾ രസമല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഐബ് എണീറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര ആസ്വദിച്ച് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ചടപടയെന്ന് ചെയ്യും. പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ വല്ലാണ്ട് പണിയില്ല, അതാണ് ഞാൻ ഇത്ര റിലാക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട്. എല്ലാ ദിവസവും മോർണിംഗ് ചിലപ്പോൾ ഇത്ര റിലാക്സ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും വരില്ല. ഓരോ ടൈമിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ പോലെ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഒരേപോലെ ആവില്ലല്ലോ. പിന്നെ ഞാൻ ഓരോ ദിവസവും ഓരോ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എന്നും ഒരേപോലെ ചെയ്യാൻ വലിയ ഇഷ്ടമില്ല.
അപ്പം ഞാൻ മലപ്പുറത്തുകാരെ സ്വന്തം കലക്കിപ്പാറിന് അപ്പാട്ടം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് അരിപ്പൊടിയാണ്. നമ്മളിൽ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പത്തിരിപ്പൊടി, അത് കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടിയും പത്തിരിപ്പൊടിയും ഏകദേശം എല്ലാതും ഒരു ഫാമിലിപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അതൊരു കപ്പ് എടുക്കുന്നുണ്ട്. ഒരു കപ്പിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് തേങ്ങ, പിന്നെ ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. ചിലവരധികം തേങ്ങ ഇടില്ല, ഞാൻ തേങ്ങ ഇടും, ഇഷ്ടമാണ് ടേസ്റ്റ്. അപ്പോൾ അതിക്ക് ഞാൻ മുട്ട റോസ്റ്റായിട്ട് ഉണ്ടാക്കണത്. ആ രണ്ട് കോമ്പിനേഷൻ ഇഷ്ടമാണ്. ഇക്കാക്ക കലക്കി പറഞ്ഞ അപ്പം വല്ലാണ്ട് താല്പര്യമൊന്നുമില്ല. പിന്നെ എന്നും നമുക്ക് ചപ്പാത്തി, വെള്ളപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനത്തെ മാറ്റങ്ങളും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുപോലെ തന്നെ ഷാമിയാക്കൊക്കെ ഇങ്ങനെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ലോണം വഴണത് ഇഷ്ടമല്ല. കുറച്ചിങ്ങനെ കടിക്കണ രൂപത്തിലാട്ടോ. അങ്ങനെ കണ്ട കുറച്ചിങ്ങനെ കടിക്കാൻ വേണം. ഞാൻ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ലോണം വഴറ്റിയിട്ട് നമ്മൾ ബിരിയാണി കുറച്ച് മൊരിയിപ്പിച്ചിട്ടാക്കിയത്. ഷാമിയൊക്കെ പറയും മുട്ട റോസ്റ്റൊക്കെ ആകുമ്പോൾ ഉള്ളി ഇങ്ങനെ കടിക്കണം, ആ മുട്ടയുടെ കൂടെ ഉള്ളിയും കൂടി കടിച്ചിട്ടാണ് തിന്നാൻ ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി ചെയ്യട്ടെ. ഇതിപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇന്ന് നൈറ്റിക്കും കൂട്ടും, അല്ലെങ്കിൽ നൈറ്റില്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ കൂട്ടാനുള്ള മുട്ട റോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനത്തെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 2 നേരത്തിന് നിന്ന രീതിയിൽ ഉണ്ടാക്കുക. എന്തായാലും 2 ആൾക്കാരുള്ള ഉണ്ടാക്കി കഴിഞ്ഞൊരു ഇത്തിരി ബാക്കി എപ്പോഴും. അപ്പോൾ പിന്നെ 2 നേരത്തിന് ഉണ്ടാക്കി ആ പണി അങ്ങോട്ട് കഴിഞ്ഞു കിട്ടുമല്ലോ. അവനെ പേടിപ്പിച്ച ഒരാൾ ഒറ്റക്ക് എണിച്ചു വന്നിട്ട് എന്നെ പേടിപ്പിച്ചില്ലേ, കാള കുറുക്ക. എണിച്ചാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോയപ്പോ പേടിപ്പിച്ചെന്നെ. ഹലോ ഗായ്സ് പറഞ്ഞ ഇന്ന് അവനും നല്ല മൂഡിലായിട്ട് എണിച്ചിരിക്കണേ. കുറേ നേരം ഉറങ്ങി അവന്. സാധാരണ അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രിയൊക്കെ ഉറക്കം എണീച്ചിട്ടല്ലേ എണിക്കാറ്. ഇന്നും അവനും അത്യാവശ്യം ടൈം ഉറങ്ങിയിട്ട് 10:30 വരെയൊക്കെ ഉറങ്ങിയിട്ട് എണിച്ചിരിക്കണേ. അപ്പോൾ അവന് നല്ല മൂഡ്. കുട്ടികൾക്കായാലും ഉറക്കം കംപ്ലീറ്റിലാണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മൂഡിലല്ലേ എണിക്കുക. പിന്നെ വന്നിട്ട് ടോന്നൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഉഷാറിൽ പേടിപ്പിച്ചിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അങ്ങനെ അവൻ നല്ല മൂഡിൽ രാവിലെ തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാട്ടോ. പിന്നെ മമ്മ ഐബു ടൈമ് കുറച്ച് നേരം ഇങ്ങനെ അവനെ കൊഞ്ചിച്ച് പൊന്നാരിച്ച് ഇരിക്കുക. അത് എനിക്കും ഇഷ്ടമാണ്, അവനക്കും ഇഷ്ടമാണ്. അവൻ ആ സമയത്ത് മാത്രമാണ് ഒന്ന് പൊന്നാരിക്കാൻ കിട്ടുക, അല്ലെങ്കിൽ നേരം പൊരിച്ചലല്ലേ. എന്നാലിപ്പോൾ ഇതാ വയ്യായെന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഓരോന്നൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് ഓരോന്നൊക്കെ തിന്നിട്ട് ഇപ്പോൾ ഓക്കെ ആയി വരണ്ട കേട്ടോ, ഉഷാറായി വരണ്ട ആൾ. അപ്പം ഞാൻ വിൻഡോ തുറന്ന് കണ്ടിട്ട് മൂപ്പരാൾക്ക് അതിൻ്റെ പുറത്തേക്ക് പോകണം പറഞ്ഞിട്ട് അവൻ്റെ എന്തോ ഒരു ടോയ് അവൻ ഇന്നലെ അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കണം പറഞ്ഞിട്ട് അവിടെ എനിക്ക് സ്റ്റെയേഴ്സ് ഇല്ല. ഷാമിയൊക്കെ ചാടി എന്നിട്ട് ആക്കിയിട്ട് എടുക്കുക ചെയ്യാം. ഞാനങ്ങനെ ചാടി എടുക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ അവന് പറ്റില്ല പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിക്ക് പറയാം, എന്തെങ്കിലും കൈത്തട്ടി അങ്ങോട്ട് വീഴുകയോ പറയാൻ പറ്റില്ലേ. അപ്പോൾ അവനെ മൂടൊക്കെ മാറ്റി ഞാൻ ഫ്രഷപ്പായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് രാവിലത്തെ എന്നത്തെ പണിയൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിടാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ വീഡിയോയിൽ, നോൺ സ്റ്റിക്ക് പാത്രം ശരിയാവണില്ല, 1-2 എണ്ണ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഫസ്റ്റത്തെ ശരിയാവണം, പിന്നെ ഇങ്ങനെ ഓട്ടോട്ടയും വരുന്നില്ല ഒട്ടിപ്പിടിക്കുകയെന്നൊക്കെ. പക്ഷെ ഇപ്പം അതിൻ്റെ ട്രിക്ക് മനസ്സിലായിട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇടുക. എന്നാൽ നമ്മൾ ഒഴിക്കണ സമയത്തൊന്ന് മീഡിയം ടു ഹൈയിലാക്കിയിട്ടിട്ട് ഒഴിച്ചിട്ട് അധികം ഒഴിക്കരുത്. ഒരു കയ്യിലൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ വേണ്ടത്. പിന്നെ മൂടി വെക്കാൻ വേണ്ട, ഞാൻ മൂടി വെച്ചിരുന്ന് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അടുത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് ഓട്ടോട്ടോ വരാത്തത്. ഈ ഒരു ലെവലിൽ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോട്ടം വരികയും ചെയ്യും. പിന്നെ മൂടി വെക്കൊണ്ട്
1 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ സെറ്റായി വേണ്ടിയിട്ട് ഇപ്പോൾ ആ ട്രിക്കൊക്കെ മനസ്സിലായി. പിന്നെ നമ്മളിത് ഇതിൻ്റെ മെയിൻ പാത്രം ഉണ്ടല്ലോ, അന്നൊരു ഇത്ത പറഞ്ഞത് അത് മേടിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴേലല്ലേ ഇത് ഉണ്ടാക്കുള്ളൂ. മലപ്പുറത്തെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കണതല്ലേ. എന്താ ഷവർ വരില്ല കേട്ടോ. ആ മമ്മ വരണ്ടേ? പമ്പേഴ്സൊക്കെ ഊരിണ്ട മമ്മ വരാ കുളിക്കാം. മമ്മ വരാടാ. ഷവർ വന്നില്ലേ? ഇല്ലല്ലേ? ഗുഡായോ? മമ്മ വരാട്ടാ. വെയിറ്റ്. ആ അതൊക്കെ ആ ആ തുപ്പടാളാ. അടിക്കായി. ആ ഒന്നുകൂടി നല്ല കുട്ടിട്ടാ. നല്ല ഒറ്റക്കല്ല, ഒറ്റക്ക് നേരെ കുട്ടിയാ. തുപ്പ്. ആ ഞാൻ വരുന്നതിനാട്ടി മുമ്പ് വെള്ളമൊക്കെ നനച്ചേ. ആരെങ്കിലും ചെയ്ത് വെള്ളം നനച്ചത്? നമ്മ വരുന്നതിനാട്ടി മുമ്പ് നമ്മ വരുന്നതിനാട്ടി പാല് വെള്ളമൊക്കെ നനപ്പിച്ച് ചടിക്കളിക്കട കുഞ്ഞിരാമ ഒട്ടിക്കളിക്കട കുഞ്ഞിരാമ ചടിക്കളിക്കട കുഞ്ഞിരാമ ഒട്ടിക്കളിക്കട കുഞ്ഞിരാമ. എങ്ങനെ ഇവിടെ എന്താ തിന്നാൻ വേണ്ടേ? ദോശ വേണോ? പഴം വേണോ? ബ്രെഡ് ന്യൂട്ടല് വേണോ? ഫുള്ള് തിന്നോ? ഉറപ്പാ? തിന്നില്ലെങ്കിൽ ടിക്കും. ചെടിക്കളിക്കട്ടെ കുഞ്ഞിരാമ. ബ്രെഡ് ന്യൂട്ടിലൊക്കെ തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൊടുക്കാൻ വിചാരിച്ച്. അപ്പം ഞാൻ മുട്ട റോസ്റ്റ് അവിടെ ഉണ്ട്, പക്ഷേ ഇസ്റ്റുവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ അതും ഇതും കൂടി തിന്നാം. ഒന്ന് അങ്ങനെ തിന്നിട്ട് പിന്നെ മുട്ട റോസ്റ്റായിട്ട് തിന്നാൻ വിചാരിച്ച്. മൂപ്പരാൾക്ക് അപ്പം അങ്ങനെ ബ്രെഡ് നമ്മൾ എപ്പോഴും കൊടുക്കാറില്ല കേട്ടോ, കാരണം അത്ര നല്ലതല്ലല്ലോ ബ്രെഡ് കുട്ടികൾക്ക്. പിന്നെ അവന് ഈ കടികളിലാകെ ഈ ദോശയും പൂരി ബട്ടൂറ അങ്ങനത്തെ ഒക്കെ തിന്നുള്ളൂ. പിന്നെ പഴം തിന്നുള്ളൂ. ഇപ്പം എന്നും അത് കൊടുക്കുമ്പോൾ അവനക്ക് ബോറടിക്കില്ല. ഇപ്പം എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ വിചാരിച്ചിട്ടാണ് അവന് ബ്രെഡ് പറഞ്ഞപ്പോൾ കൊടുക്കാൻ വിചാരിച്ചത് കേട്ടോ. എത്ര ഇഷ്ടാ? ഇഷ്ടാ? തിന്നോ? എന്നിട്ട് തിന്നോ? ഈ തുമ്പ് വേണ്ട അല്ലേ? ന്യൂട്ടല്ലയുടെ കളർ എന്താ? ഈ കളർ എന്താ? വൈറ്റ്. ഈ കളർ എന്താ? പച്ചടി ഇംഗ്ലീഷ് എന്താ? ഗുഡ് ബോയ്. ഇനി മമ്മ ചോദിക്കട്ടെ, വേറെന്താ ചോദിക്കാം? മുന്തിരിയുടെ ഇംഗ്ലീഷ് എന്താ? ഗുഡ് ബോയ്. നീ ABCD പാടിയേ? ഗുഡ് ബോയ്. പിന്നെ ഏതാ? 1 2 3. അങ്ങനല്ല, അത് മൊത്തം കൂടിയിട്ട് കടിച്ചു തിന്നണം. കഴിയില്ല ചേച്ചി കടിച്ചിന്. യമ്മി യമ്മിയാണോ? വലിയ ഇഷ്ടാവാത്ത പോലെ ഫുൾ തിന്നോ? ഞാൻ ചിക്കൻ മുറിക്കണ വീഡിയോ കണ്ട് ഡിക്കന്നെ ചിരി വരുന്നു. എനിക്ക് അറിയില്ലേ ശരിക്കും മുറിക്കാൻ, എന്തൊക്കെയോ ഒരു ടൈപ്പിൽ മുറിക്കേ.
ഇപ്പോൾ ഇത് ഫ്രോസൺ ചിക്കൻ ആട്ടോ. ഫ്രഷ് ചിക്കൻ നിങ്ങളന്ന് പറഞ്ഞിരുന്നില്ല എന്നോട് ഷോപ്പിൽ മുറിച്ച് തരുമെന്ന്. ഇപ്പോൾ ഷാമേക്കട് മുറിച്ചത്. പക്ഷേ ഞാൻ അന്ന് കെൻസി പോയി സൗദി അറേബ്യ മാർക്കറ്റ് പോയപ്പോൾ ഒരിക്കൽ ചോദിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഇവിടെ ഉള്ളിൽ മുറിക്കില്ല, പുറത്ത് പോയി ചോദിക്കണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മുറിപ്പിച്ചില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ പോയത് മാർക്കൻ സേവിലല്ലേ. മാർക്കൻ സേവിൽ അന്ന് തിരക്കോട് തിരക്കുന്നു. ചിക്കനും കൂടി മുറിപ്പിക്കാൻ നിന്നാൽ പിന്നെ നമുക്ക് ഇന്നൊന്നും മുറിച്ച് കിട്ടിയിരുന്നില്ല. ഇനിയിപ്പോൾ കെൻസിൽ നമ്മൾ പോകണ കെൻസിൽ ചിലപ്പോൾ മുറിച്ച് തരും. ഇനി അടുത്ത വട്ടം ഫ്രഷ് ചിക്കൻ എടുക്കുമ്പോൾ അവിടെ നിന്ന് എന്തായാലും ചോദിച്ചു നോക്കണം. അപ്പോൾ അങ്ങനെ മുറിച്ച് കിട്ടുക വെച്ചാൽ കറക്റ്റ് ആ പീസിൽ കിട്ടില്ല. നമ്മൾ മുറിക്കുമ്പോൾ അത്ര നല്ല പീസിലല്ല കിട്ടണതേ. ഇത് ഉടായിപ്പ് മുറിക്കില്ല. ഞാൻ മുറിക്കുമ്പോൾ ചിലപ്പോൾ ചിക്കൻ വേറെ ആവണം, എല്ല് വേറെ ആവണം, ശരിയല്ല ഞാൻ മുറിക്കുന്നത്. ഷാമയൊക്കെ മുറിക്കുമ്പോൾ പിന്നെയും ഓക്കെ ആയിട്ട് കിട്ടാറുണ്ട്. എൻ്റെ മോർണിംഗ് റുട്ടീനിൽ അധികം വരാത്തൊരു സംഭവം ആട്ടോ വാഷിംഗ് എന്നുള്ളത്. മിക്കതും ഈവനിങ്ങിലാണ് ഞാൻ ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്യാറ്. പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ വെച്ചെങ്കിൽ വല്ലാണ്ട് പണിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അയ്യപ്പൂനെ കുറച്ചായിട്ട് വാഷ് ചെയ്യാനുണ്ട്, അപ്പോൾ അത് വാഷ് ചെയ്തിടാൻ വിചാരിച്ച്. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ വില്ലയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ടോപ്പ് ലോഡിങ് യൂസ് ചെയ്ത് തുടങ്ങിയത്. മുമ്പൊക്കെ നിൽക്കണത് ഫ്രണ്ട് ലോഡിങ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും ടോപ്പ് ലോഡിങ് ആണ് ഇവിടെ നല്ലത്. നാട്ടിലത്തെ നോക്കുമ്പോൾ ഫ്രണ്ട് ലോഡിങ് ആണ് നല്ലത്. കാരണം ഇലക്ട്രിസിറ്റി ഇതിലെ കേസ് വരുമ്പോൾ ഫ്രണ്ട് ലോഡിങ് ആണ് നല്ലത്. പക്ഷേ ഇവിടെ നമുക്ക് വില്ലയിൽ ഇലക്ട്രിസിറ്റി നമുക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടല്ലേ പറയുക. കാരണം എന്താ വെച്ചാൽ ഈ ടോപ്പ് ലോഡിങ് ആകുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ക്ലോത്ത്സ് എടുക്കേണ്ടി വരികയും എക്സ്ട്രാ ഇപ്പോൾ സോപ്പ് പൊടി ആഡ് ചെയ്യേണ്ടി വരിക, നമുക്ക് എന്തെങ്കിലും തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്കപ്പോൾ ഓൺ ചെയ്തിട്ടായാലും ഇടാം. മറ്റേതാകുമ്പോൾ നമുക്ക് വൺസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞ് വരണ വരെ നമുക്കത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം എനിക്ക് തോന്നി ഇതാണ് നമ്മുടെ ഇൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഇതാണ് എനിക്ക് യൂസ് ചെയ്ത് നല്ലതെന്ന് തോന്നിയേക്കണം കേട്ടോ. ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ മസാജ് ചെയ്ത് തരൂട്ടെ മൂപ്പരാൾ. അപ്പോൾ ഞാൻ അങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഇന്നാണെച്ചെങ്കിൽ അവൻ ഏത് മുടി ഏത് തല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓവറായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇടയ്ക്ക് എന്താ വെച്ചാൽ ചീർപ്പൊക്കെ എടുത്തിന് ഊരാ കൊടുക്കാക്കൂട്ടെ. അപ്പോൾ അങ്ങനെ ബേർഡനായി തോന്നും. പക്ഷെ നല്ല ഇടയ്ക്ക് മസാജ് ചെയ്ത് തരുമ്പോൾ നല്ല കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവനെതാ ഞാൻ കളിക്കാനൊക്കെ ആക്കിയിരുത്തിട്ട് ഞാൻ ടി വി കാണാനുള്ള മൂഡിലാട്ടോ. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ രാവിലെയൊക്കെ ടി വി കാണാൻ അങ്ങനെ സമാധാനത്തിലിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവുമല്ലോ. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കംപ്ലീറ്റ്ലി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു സമാധാനം. മറ്റേ നാട്ടിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഫുൾ ടൈം ഇങ്ങനെ സോഫയൊക്കെ എടുക്കണ പോലെ നല്ല ഫ്രീ മൈൻഡായിട്ട് രാവിലെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ കഴിഞ്ഞിട്ട് അവനെ മാർക്കൻ സേവിൽ പോയപ്പോൾ രണ്ടാൾക്കാരിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വന്ന് സംസാരിച്ചിട്ട് യൂട്യൂബ് കാണാറുണ്ട് ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ. നാട്ടിൽ നിന്നൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് കുറച്ചും കൂടി ആൾക്കാർ നമ്മളെ അറിയുന്നുണ്ട് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ ആസ് എ യൂട്യൂബർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ, എൻ്റെ മോർണിംഗ് റുട്ടീനൊക്കെ. അപ്പോൾ അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കൊമൻസൊക്കെ അറിയിക്കട്ടെ. നിങ്ങൾ കൊമൻസൊക്കെ ഭയങ്കര വിലപ്പെട്ട അടുത്ത വ്ളോഗ്സൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. പിന്നെ ഓരോന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഓരോ ഇൻഫോർമേഷൻസൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അടുത്ത വ്ളോഗിലായിട്ട് കാണാം. ബൈ, സീ യു.